Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു അദ്ദേഹം മറ്റു മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബുക്സ് എഴുതിയിട്ടുണ്ട്. മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറയും. അപ്പം അതിലെ വോളിയം 1 വായിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഓരോരോ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരമാണ് പറയുന്നത്. അപ്പം അതിലൊരു ഡിവോട്ടി രേവതി നന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നാൾ ഈ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് പല ഡിവോട്ടീസ് തമ്മിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇവിടുന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോകണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവോട്ടിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ആ ദിവസം വളരെ മോശമുള്ളൊരു ദിവസമായി. അദ്ദേഹം 8 മണിക്കൂർ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഡെയിലി അദ്ദേഹം. അപ്പോൾ അത് ഒരു ദിവസം അദ്ദേഹം വളരെയധികം ടയേർഡായി, കാലെല്ലാം പെയിൻഫുള്ളായി, അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയത്ത് വേറൊരു ഡിവോട്ടിയായിട്ട് വഴക്കും ഉണ്ടാക്കി. അപ്പം എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഇവിടുന്ന് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അദ്ദേഹം വന്നത്. അപ്പം വൈകുന്നേരം എത്തിയപ്പോഴത്തേന് അവിടെ പ്രഭുപാദിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജയരാധ മാധവായിരുന്നു പ്രഭുപാദ് ക്ലാസ്സിന് മുമ്പ് പാടുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു ഞാൻ കീർത്തനത്തിന് കയറുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം കീർത്തനത്തിന് കയറിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ തോന്നുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കീർത്തനത്തിന് കയറിയില്ല. ആരോടും പറയാതെ പോകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അപ്പം അദ്ദേഹം എന്നിട്ട് ക്ലാസ്സിൽ കയറി ഇരുന്നു. കീർത്തനത്തിൽ വന്നില്ല, പക്ഷെ ക്ലാസ്സിലിരുന്ന സമയത്ത് പ്രഭുപാദ് സംസാരിച്ചു തുടങ്ങി. അദ്ദേഹം തല താഴ്ത്തി വെച്ചാണ് ഇരുന്നത്. പ്രഭുപാദിനെ മുഖത്തോട്ട് നോക്കാതെ തല താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രഭുപാദ് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒരു പോയിന്റ് പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ കൃഷ്ണാബോധത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിഷണ്ണരായിട്ടിരിക്കത്തില്ല, ദുഃഖത്തിലിരിക്കത്തില്ല, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഒരു വ്യക്തി എപ്പോഴും ദുഃഖിതനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃഷ്ണാബോധത്തിലല്ല എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന അദ്ദേഹം പതുക്കെ ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഇത് പറയുന്നത്. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും തൻ്റെ കണ്ണിലേക്ക് നോക്കിയത് പ്രഭുപാദ് പറയുമായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് തൻ്റെ കണ്ണിലൂടെ തന്നെ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് പ്രഭുപാദ് ഇത് പറയുന്നതെന്ന് തനിക്ക് തോന്നിയെന്ന് രേവതി നന്ദൻ പ്രഭു പറയും. എന്നിട്ട് അദ്ദേഹം തൻ്റെ സാക്ഷാത്കാരം പറയുന്നത്, ഈ പ്രഭുപാദ് ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് എന്നെ പേഴ്സണലായിട്ട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് കേൾക്കത്തില്ലായിരുന്നു. പ്രഭുപാദ് പറയുന്നത് കേൾക്കാതെ ഞാൻ ചിലപ്പോൾ പോയേനെ. പക്ഷേ എന്നെ ഹട്ടും ചെയ്തില്ല, അതേസമയം എനിക്ക് ശരിയായ നിർദ്ദേശവും തന്നു. ലെക്ചറിൽ വെച്ച് പ്രഭുപാദ് ഇത് പറഞ്ഞതുകൊണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം പതുക്കെ തൻ്റെ ആ ബുദ്ധിമുട്ടുകളെ പതുക്കെ അദ്ദേഹം ക്ഷമയോടെ നിൽക്കുകയും ഭാവിയിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ തന്നെ തുടരുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു സാക്ഷാത്കാരം അവിടെ വെച്ച് പ്രഭുപാദ് തനിക്ക് തന്ന ഒരു അറിവ് എത്ര വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് നമ്മൾ ബാഹ്യമായിട്ടാണ് അതിൻ്റെ കാരണം തേടുന്നത്. ഇന്ന കാര്യങ്ങൾ വന്നുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്, ഇന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്, ഇന്ന ഭക്തന്മാരുടെ ഇതുള്ളതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് എന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ പ്രഭുപാദ് അവിടെ വെച്ച് പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മൾ വിഷമിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വരാബോധമില്ല, നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരനെ എപ്പോഴും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ ബോധത്തിലല്ലാത്തത് കൊണ്ടാണ് നമ്മളെപ്പോഴും ബുദ്ധിമുട്ട് വിഷമിച്ചിരിക്കുന്നതെന്നുള്ളത് പ്രഭുപാദ് അവിടെ വെച്ച് തനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് രേവതി നന്ദൻ പ്രഭു പറയും.